കോർ കമ്മിറ്റി ബി.ജെ.പി കൂടിയപ്പോ ഭൂരിപക്ഷം വി മുരളീധരന്. എന്തായിരുന്നു വി മുരളീധരനെ നിയമസഭാ കക്ഷി നേതാവാക്കാൻ ബി.ജെ.പിയിലെ അംഗങ്ങൾ പറഞ്ഞത്? എത്ര സമയത്ത് രാജ്യസഭാ അംഗമായി കൃത്യമായി ഇടപെടലുകൾ ദേശീയ നേതൃത്വത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും വന്നു. ഒരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ടല്ലോ. വി മുരളീധരൻ ആവട്ടെ ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷി നേതാവ് എന്ന് പറയുമ്പോ അധികാര കേന്ദ്ര വിഭജനം ബി.ജെ.പിയിൽ വേണ്ട എന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ ഒറ്റയാനായി മാറി എന്നുള്ളതാണ്. നിയമസഭാ കക്ഷി നേതാവായി ഞാൻ തന്നെ മതി എന്ന ഒരൊറ്റ കടുംപിടുത്തത്തിൽ നിയമസഭാ കക്ഷി നേതാവിനെ കണ്ടുപിടിക്കാനാവാതെ ചരിത്രത്തിൽ ആദ്യമായി 3 അംഗങ്ങളെ കിട്ടിയ 16ാം നിയമസഭയിൽ കിടന്നുഴലുകയാണ് ബി.ജെ.പി എന്നുള്ളതാണ്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കുക, മുസ്ലിങ്ങളെ ശക്തമായി എതിർക്കുക, ഭരണം കിട്ടിയ ജനങ്ങളുടെ മുമ്പിൽ കാർക്കിച്ചു തുപ്പുക, ഇതൊക്കെയാണല്ലോ ഇവരുടെ സ്ഥിരം പരിപാടി. അതുകൊണ്ടാണല്ലോ 3 അംഗങ്ങളെ തെരഞ്ഞെടുത്ത് വിട്ട കേരളത്തിന്റെ രാഷ്ട്രീയ മനസാക്ഷിയെ നോക്കി ഒരു നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ പറ്റാതെ വരുന്നത് എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞ ന്യായങ്ങൾ എന്തൊക്കെയാണ്? കൃത്യമായി പറയുന്ന ന്യായങ്ങൾ എന്താ? പാർട്ടി ചെയർമാന് മത്സരിക്കാൻ അവസരം, നിയമസഭയിൽ സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ ഞാൻ 2ാമതായി പോകും. ഞാനല്ലേ സംസ്ഥാന നേതാവ്, അപ്പോൾ ഞാനല്ലേ സംസാരിക്കേണ്ടത്. എന്തിനാണ് മറ്റൊരു അധികാര ഒരു വിഭാഗീയത ഇവിടെ ഉണ്ടാക്കുന്നത് എന്നുള്ള ന്യായങ്ങളും ആണ് മുന്നോട്ട് വെക്കുന്നതാണ്. കെ സുരേന്ദ്രൻ അടക്കമുള്ള സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ മുഖമായിരുന്ന നേതാക്കൾ ഇപ്പോൾ പാർട്ടിയിൽ വളരെ സൈലന്റ് ആണ്. ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് വരുമ്പോൾ അവരോട് കൂടി സ്റ്റേജ് പങ്കിടുന്നിടത്തൊക്കെ ഒരു 2ാം 3ാം 4ാം നിരക്കാരനായി കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ പോയി എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖരനെ രാഷ്ട്രീയ ബോധമോ അറിവോ കൃത്യമായി മലയാളത്തിൽ സംസാരിക്കാനോ ഉള്ള കാര്യപ്രാപ്തിയും ഒന്നുമില്ലാത്ത ഒരു നേതാവാണ് അദ്ദേഹം. പല സമയത്തും ടോവിനോ ഒരു മിമിക്കായി കാണിച്ച ലൂസിഫറിന്റെ രാഷ്ട്രീയക്കാരന്റെ സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞ് ട്രോളുകൾ നിറയുന്നത് നമ്മൾ കാണുന്നതാണ്. കൃത്യമായി പറഞ്ഞാൽ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ, രാഷ്ട്രീയം സംസാരിക്കാൻ ബി.ജെ.പിയിലെ സുരേഷ് ഗോപി അങ്ങനെയാണ്. രാഷ്ട്രീയം സംസാരിക്കാൻ ഇപ്പോഴും കഴിയാതെ സിനിമാ സ്റ്റൈൽ ആംഗ്യങ്ങളും വിക്ഷേപങ്ങളുമായി നടക്കുന്ന ഒരാൾ. അതുപോലെ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനും എന്നുള്ളത് കൊണ്ടാണ് വലിയ രീതിയിലുള്ള വിഭാഗീയത വരുന്നത്.